ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സംയുക്തമായി ഒരുമിച്ച്. ആരൊക്കെയാണ് ഇതിൽ പങ്കാളികൾ? കൺസോർഷ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം കോൾ ഇന്ത്യ ലിമിറ്റഡ്, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം KMML, കേരളത്തിന്റെ കെൽട്രോൺ, ടൈറ്റാനിയം ആൻഡ് NFTDC കേന്ദ്രത്തിന്റെ ഈ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൺസോർഷ്യം. അവിടെ ഒരു പ്രൈവറ്റൈസേഷനും ഇല്ല, മൈനിങ് ഇല്ല സർ, മൈനിങ് ഇല്ല. ഈ മെറ്റീരിയൽസ് വാല്യൂ അഡീഷൻ ആണ്. വാല്യൂ അഡീഷൻ. ആ വാല്യൂ അഡീഷൻ ചെയ്താൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി കൂടി അനുസരിച്ച് ആ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. സർ, കഥയുണ്ടാക്കാം. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്. ഇല്ലാത്ത കഥകൾ. ഒരു വാചകം ഈ ബജറ്റിലില്ല, ഒരു വാചകം. എന്നിട്ട് പറയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി, നയം യു ടേണായി, കരിമണൽ ഇതാ കംപ്ലീറ്റ് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ പ്രസവമാണ്. ആലപ്പുഴയിൽ വാരാൻ കൊടുത്ത ആരാ കരിമണൽ കൊണ്ടുവന്ന്? ആരാ കൊണ്ടുവന്നത് ആ കരിമണൽ? എന്നെ കൊണ്ട് പറയിക്കല്ലേ. ഇതാണ് ഞങ്ങളുടെ നയം. സാർ, ഞങ്ങളുടേത് ഞാൻ പറഞ്ഞല്ലോ, കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ആരും അഭിരമിക്കണ്ട. ആ കേരള മോഡൽ സ്റ്റാഗ്നന്റ് ആണ്, മന്ദിച്ചിരിക്കുകയാണ്, ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നവീകരിക്കണം. ഒരു നിയോ കേരള മോഡൽ ഉണ്ടാക്കണം. ആ നിയോ കേരള മോഡൽ എന്താണ്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം, നിക്ഷേപം ആകർഷിക്കണം, വ്യവസായ സേവന മേഖലകളെ ശക്തിപ്പെടുത്തണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വളർച്ച, കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും അതിൽ പൊതുസേവനം നടത്താക്കുകയും ചെയ്തു. നിങ്ങൾ പിന്നെ സ്ഥിരം കുറെ വാക്കുകളുണ്ട്. നവ ലിബറൽ നയം സ്ഥിരമാണ്. എത്ര കൊല്ലമായി നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? ആ മൻമോഹൻ സിംഗ് എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചു. എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചപ്പോൾ കംപ്ലീറ്റ് നവ ലിബറൽ നിയമം. സർ, എന്താ ചെയ്തത് അദ്ദേഹം? അന്ന് റിസർവ് ബാങ്കിലെ സ്വർണ്ണക്കട്ടി കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ലണ്ടനിൽ കൊണ്ട് പണയപ്പെടുത്തി. ഇപ്പൊ കേരള ഗവൺമെന്റ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. അപ്പൊ എന്താ ചെയ്തത്? എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്നു. അതിൽ ആക്ടിവിറ്റി ഉണ്ടായി, ഖജനാവ് നിറഞ്ഞു, എക്സൈസ് ഡ്യൂട്ടി കൂടി, ടാക്സ് കൂടി, ഇൻകം ടാക്സ് കൂടി. കാരണം ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ ഖജനാവ് നിറയും. എന്നിട്ട് പറഞ്ഞു നെഹ്റുവിൽ നിന്ന് വ്യതിചലിച്ചില്ല സാർ. ഉണ്ടായ പണം എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ഉണ്ടായ പണം, ഇറ്റ് വാസ് ആൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്കാണ് പണം പോയത്. നരേഗ ഉണ്ടാക്കി ഇല്ലേ, പാവപ്പെട്ടവന്റെ വീടിൽ. ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാക്കാൻ NRHM കൊണ്ടുവന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന്. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ, വിവിധ വില്ലേജുകളിൽ സ്കൂളുകൾ ഉണ്ടാക്കി, അധ്യാപകരെ നിയമിച്ചു.